ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രാഥമിക അന്വേഷണം ഇന്ന് തുടങ്ങും. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗവും ഇന്ന് ചേരുന്നുണ്ട്. ക്രൈംബ്രാഞ്ച് SP മൊയ്തീൻ കുട്ടിയുടെ നേതൃത്വത്തിലാണ് യോഗം. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ലിനറ്റ് വർഗീസ് ചേരുന്നു. ലിനറ്റ്, രണ്ട് തരത്തിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ഒന്ന് വകുപ്പ് തല അന്വേഷണം, മറ്റൊന്ന് പോലീസ് അന്വേഷണവും. ഇപ്പോൾ പോലീസ് അന്വേഷണത്തിന്റെ യോഗമാണ് അവിടെ ചേരുന്നത്. എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ, ലിനറ്റ്? ലക്ഷ്മി, ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ള വാർത്തയുടെ തൊട്ടു പിന്നാലെയാണ് അതിനുള്ള അന്വേഷണം ഒക്കെ തന്നെ രണ്ട് രീതിയിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണവും അതോടൊപ്പം തന്നെ സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ഇന്നലെ നടത്തിയ യോഗത്തിലാണ് ഇതുപോലുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ ഏൽപ്പിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം സജീവമാക്കുന്നത്. ഇന്നായിരിക്കും അവരുടെ പ്രാഥമിക അന്വേഷണം ആരംഭിക്കുന്നത്. ഇന്ന് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ 10 മണിക്ക് ഈ അന്വേഷണ സംഘത്തിന്റെ പ്രത്യേക യോഗം കൂടും. അതിനുശേഷം പ്രാഥമിക അന്വേഷണം 2 ദിവസം പിന്നിട്ടതിന് ശേഷം മാത്രമേ ഈ ഒരു ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രത്യേകമായ ഒരു FIR തയ്യാറാക്കൂ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ ഒരു അന്വേഷണ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് സമർപ്പിക്കും എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 10 മണിക്കായിരിക്കും കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഇവരുടെ യോഗം നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു യൂട്യൂബ് ചാനൽ വഴിയാണ് 10ാം ക്ലാസ്സിലെ ഗണിതവും അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് ചോദ്യപേപ്പറൊക്കെ തന്നെ ചോർന്നത്. ഈ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഇപ്പോഴുള്ള പ്രവർത്തനവും നിലച്ചിട്ടുണ്ട്. ഇതോടൊപ്പം സഹകരിക്കുമെന്നുള്ള വിവരമാണ് ഈ യൂട്യൂബ് ചാനൽ, അതായത് MS സൊല്യൂഷൻ എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ ഒരു ചോദ്യപേപ്പർ ചോർന്നിരിക്കുന്നത്. അവരും ഈ ഒരു അന്വേഷണത്തോട് പ്രത്യേകമായി യോജിപ്പ് കാണിക്കുമെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ലക്ഷ്മി, കോഴിക്കോട് നിന്ന് ലിനറ്റ് വർഗീസ്.